പെരിങ്ങാട് പുഴ നിക്ഷിപ്ത വനമാക്കുന്നത് വെള്ളക്കെട്ട് രൂക്ഷമാക്കുമെന്ന് നാട്ടുകാർ. കിഴക്കൻ പ്രദേശങ്ങളിലെ വെള്ളം കടലിലേക്ക് എത്തിക്കുന്ന പ്രധാന മാർഗമാണ് പെരിങ്ങാട് പുഴ. മഴക്കാലത്ത് കടൽ വെള്ളം എടുക്കാത്ത സമയങ്ങളിൽ കിഴക്കൻ മേഖലകളിൽ പെയ്യുന്ന വെള്ളം തങ്ങി നിൽക്കേണ്ട സ്ഥലമാണ് ഈ പുഴ. പുഴ ആഴം കൂട്ടി സംഭരണശേഷി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ നിക്ഷിപ്ത വനമാക്കുന്ന തീരുമാനം പുഴയെ ഇല്ലാതാക്കുമെന്നും വാദമുണ്ട്. പെരിങ്ങാട് പുഴയോട് ചേർന്ന കുണ്ടുക്കടവ് പുഴ, കാളമനപ്പുഴ, ചേറ്റുവ പുഴ എന്നിവയ്ക്കും മരണമണി മുഴക്കുന്നതാണ് സർക്കാരിന്റെ തീരുമാനമെന്നും ചൂണ്ടിക്കാട്ടി. വീടിന്റെ മുറ്റങ്ങളിലും തിരുനെല്ലൂർ സെന്ററിലും പാടത്തെ പീടിയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നതിന് പ്രധാന കാരണം പുഴയിലെ നീരൊഴുക്ക് ശരിയല്ലാത്തതുകൊണ്ടാണ്. പുഴയിലെ നീരൊഴുക്ക് ശരിയല്ലാത്തതിൻ്റെ കാരണം ഇടിയഞ്ചിറയിൽ നിന്ന് വെള്ളം ശരിക്കും ഒഴിഞ്ഞു പോകാത്തതിൻ്റെ പ്രധാന കാരണം ഇടിയഞ്ചിറ ഈ കാണുന്ന പുഴ തൂർന്നിരിക്കുകയാണ്. കൊല്ലങ്ങളിൽ മണ്ണെടുക്കാത്തത് കൊണ്ട് മണ്ണ് വന്ന് തൂർന്ന് കിടക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം വരുന്ന സ്ഥലമാണ് ഈ പെരിങ്ങാട് പുഴ. ഈ പെരിങ്ങാട് പുഴയാണ് മണ്ണെടുക്കാതെ റിസർവ് ഫോറസ്റ്റ് ആക്കി ഗവൺമെൻറ് റിസർവ് ഫോറസ്റ്റിന് കരട് വിജ്ഞാപനം കൊണ്ടുവന്നിട്ട് മണ്ണ് നീക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്.